ഹരേ രാമ ഹരേ കൃഷ്ണ. നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഇങ്ങനെയാണോ എങ്കിൽ മാനഹാനിയും ധനനഷ്ടവും ദാമ്പത്തിക തകർച്ചയും നിത്യ സംഭവമാകും. ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. വാസ്തു എന്ന പദം ഇന്നെല്ലാവർക്കും പരിചിതമാണ്. ഒരു വീട് പണിയുമ്പോൾ വാസ്തു അനുസരിച്ച് വേണം എന്ന തരത്തിൽ ഏറെക്കുറെ ആളുകളെല്ലാം എത്തിയിരിക്കുന്നു. നല്ലതു തന്നെ. ഒരു ഗൃഹനിർമ്മാണത്തിനു ശേഷം വാസ്തു പരിശോധന നടത്തേണ്ടി വരുന്നത് തികച്ചും ഭാഗ്യദോഷമാണ്. കാരണം ഭൂമി തിരഞ്ഞെടുക്കുന്നത് മുതൽ വാസ്തുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു പ്രധാന കാര്യം, ചുറ്റിത്തിരിക്കപ്പെട്ട അല്ലെങ്കിൽ കെട്ടിത്തിരിക്കപ്പെട്ട ഒരു വസ്തുവിൽ മാത്രമേ ഈ വാസ്തു ഉണ്ടാവുകയുള്ളൂ. ഭൂമിയുടെ ഉയർച്ച താഴ്ചകളനുസരിച്ചാണ് വാസ്തുവിൽ ഭൂമിയുടെ പേരുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് വശം താഴ്ന്നും വടക്കു കിഴക്ക് ഭാഗം ഉയർന്നും ഇരിക്കുന്ന ഭൂമിക്ക് ഭൂതവിധി എന്നാണ് നാമം. ഇത് സകലവിധ കാര്യനാശത്തിനും ഇടയാക്കും. തെക്കു പടിഞ്ഞാറ് വശമാണ് കന്നിമൂല. നമ്മുടെ പ്രതിപാദ്യ വിഷയവും കന്നിമൂല തന്നെയാണ്. ഇനി കന്നിമൂലയെക്കുറിച്ച് പറയാം. ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് ഇത്. മറ്റ് 7 ദിക്കുകൾക്കും ദേവന്മാരെ നിശ്ചയിച്ച ശാസ്ത്രം ഈ ദിക്കിന് മാത്രമാണ്. ഒരസുരനെ അധിപനായി നിശ്ചയിച്ചത് ഗുണമായാലും ദോഷമായാലും ഈ ദിക്കിൽ നിന്നുള്ള ഫലം വളരെ പെട്ടെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിക്ക് തുറസായി ഇടുന്നത് നല്ലതല്ല. ഈ ദിക്ക് താഴ്ന്നു കിടക്കുന്നതും മലിനമായിരിക്കുന്നതും നല്ലതല്ല. അതുപോലെ തന്നെ കന്നിമൂല വരുന്ന സ്ഥലത്ത് കുളമോ കിണറോ അഴുക്കുചാലുകളോ കക്കൂസ് ടാങ്കുകളോ മറ്റ് മലിന വസ്തുക്കളോ പട്ടിക്കൂടോ ചവറുകളോ മറ്റ് കുഴികളോ ഒന്നും തന്നെ വരുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് കന്നിമൂലയിൽ ശൗചാലയം പണിയരുത്. ഇതിന് കാരണം ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്കു പടിഞ്ഞാറേ മൂലയിൽ നിന്നും വടക്കു കിഴക്കേ മൂലയിലേക്കാണ് ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നത്. ഈ സ്ഥലത്തിന് ഈശാനകോൺ എന്നാണ് അറിയപ്പെടുന്നത്. കന്നിമൂലയിലെ ശൗചാലയം ഈ ഊർജത്തെ മലിനമാക്കും. ഈശാനകോണും കന്നിമൂലയും ശുദ്ധമായാൽ തന്നെ വീടിന് ഐശ്വര്യം വന്നുചേരും. വാസ്തുപുരുഷന്റെ ശയനസ്ഥിതി അനുസരിച്ച് കാൽഭാഗം വരുന്ന കന്നിമൂലയ്ക്കുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കാലുവേദന, വാതസംബന്ധമായ അസുഖങ്ങൾ, മറ്റ് ദുരിതങ്ങളും സമ്മാനിക്കും. ഗൃഹവാസികളുടെ മാന്യത, ധനം ഇവയ്ക്ക് ദോഷമുണ്ടാകുകയും മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുക എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം മൂത്ത് കുടുംബ തകർച്ചയും ഉണ്ടായേക്കാം. നിങ്ങളുടെ കർമ്മമേഖല ക്രമേണ നശിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രധാനപ്പെട്ട ദോഷമാണ്. ആ വീട്ടിലെ സന്താനങ്ങൾക്ക് യാതൊരു ഗതിയില്ലാതെ വരിക എന്നതാണ്. ആ വീട്ടിലെ കുട്ടികൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും തൊഴിൽ ലഭിക്കാതിരിക്കുക, വഴിതെറ്റുക എന്നിവയാണ്. കുടുംബത്തിൽ അന്തഃഛിദ്രങ്ങൾ വന്നു ചേരാം. വിവാഹ തടസ്സങ്ങൾ നേരിടാം. ഭാഗ്യ തടസ്സങ്ങൾ, കർമ്മ തടസ്സങ്ങൾ എന്നിങ്ങനെ അനവധി കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക. പ്രപഞ്ചത്തിലെ 2 ഗുണപരമായ ഊർജങ്ങളിൽ ഒന്ന് കിഴക്ക് നിന്നും തുടങ്ങി മറ്റൊന്ന് പടിഞ്ഞാറാണ് അവസാനിക്കുന്നത്. മറ്റൊന്ന് വടക്കു നിന്നും തുടങ്ങി തെക്ക് അവസാനിക്കുന്നു. അപ്പോൾ 2 ഊർജങ്ങളുടെയും അവസാനം പടിഞ്ഞാറും തെക്കും ആകുന്നു. ഈ 2 ദിക്കിൻ്റെയും മൂലയാണ് കന്നിമൂല എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ നിന്നും കന്നിമൂലയുടെ പ്രാധാന്യവും ദോഷവും മനസ്സിലാക്കാമല്ലോ. പ്രപഞ്ചപുരുഷനായ വാസ്തുപുരുഷന്റെ ശയനസ്ഥിതി ഒന്ന് പരിശോധിക്കാം. വാസ്തുപുരുഷൻ വടക്കു കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായാണ് ശയിക്കുന്നത്, അതായത് കന്നിമൂലയിൽ. അതുകൊണ്ട് കന്നിമൂലയ്ക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ ഗൃഹവാസിക്ക് കാല് സംബന്ധിച്ച ദുരിതങ്ങളാണ് സമ്മാനിക്കുക.
ഗൃഹാരംഭ പ്രവർത്തനങ്ങളുടെ തുടക്കം തന്നെ കന്നിമൂലയിൽ നിന്നുമാണ്. പ്രഥമ സ്തംഭനാസ്യം കന്നിയിലാവണം എന്നുണ്ട്. ഒരു രീതിയിലും കന്നിമൂല തുറന്നു കിടക്കരുത്. അതിർത്തിയിൽ മതിൽ കെട്ടി സംരക്ഷിക്കണം. കന്നിമൂല എന്നത് ഗണപതിക്കും നാഗങ്ങൾക്കും പ്രിയപ്പെട്ടതാണ്. അതിനാൽ തന്നെ ഈ ഭാഗത്തെ അശുദ്ധം വിഘ്നങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമാകും. കന്നിമൂല എപ്പോഴും ശുദ്ധമായി കിടക്കേണ്ട സ്ഥലമാണ്. സുഗന്ധം വമിക്കുന്നതും ഭംഗിയുള്ളതുമായ പുഷ്പലതാദികളും ചെറിയ വൃക്ഷങ്ങളും ഒക്കെയാകാം. പുല്ലോ ചവറോ ഉണ്ടെങ്കിൽ അവയെല്ലാം നീക്കം ചെയ്യേണ്ടതാണ്. തുളസിച്ചെടി ആ പ്രദേശത്ത് നട്ടുവെക്കുന്നതും നല്ലതാണ്. ആത്മാവിൻ്റെ നിലനിൽപ്പിന് ശരീരം ആവശ്യമായതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിന് ആഹാരം കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായി വേണ്ടത് ഒരു വീടാണ്. ആ വീട്ടിൽ സുഖമായി നമുക്ക് ജീവിക്കുകയാണല്ലോ ഏതൊരാളിൻ്റെയും താല്പര്യം. അത് നടക്കണമെങ്കിൽ വാസ്തു കൂടിയേ തീരൂ. ബ്രഹ്മാണ്ടത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മഹാശക്തി തന്നെയാണ് മനുഷ്യനിലും മനുഷ്യൻ താമസിക്കുന്ന വസ്തുവിലും അടങ്ങിയിരിക്കുന്നത്. ഇവ പരസ്പരം പൊരുത്തപ്പെട്ടു പോകുന്നതാണ് ആ വീട്ടിലെ ജീവിതം സുസ്ഥിരമായി പോവുക എന്ന് നാം പറയുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് പണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും, എന്തിനേറെ ഏത് ഉണങ്ങിയ കാലാവസ്ഥയിൽ പോലും ജലം ലഭിക്കുന്ന എത്ര കിണറുകൾ ഇന്നും വിസ്മയമായി തുടരുന്നു. പ്രപഞ്ചത്തിലെ 4 ദിക്കിൽ നിന്നും പുറപ്പെടുന്ന പ്രപഞ്ച ശക്തിയെ എങ്ങനെ മനുഷ്യശക്തിയുമായി സമന്വയിപ്പിക്കാം എന്നതാണ് വാസ്തുവിലെ പ്രാതിപത്യം. ആധുനിക വാസ്തു സിദ്ധാന്തം ഗൃഹത്തിനു ജീവനില്ല, വാസ്തു പുരുഷനില്ല, ഗൃഹകാര്യങ്ങൾക്ക് മുഹൂർത്തം നോക്കണ്ട, വാസ്തുദോഷം എന്നൊന്നില്ല, അതുകൊണ്ട് തന്നെ പരിഹാരം എന്നത് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഭാരതീയ വാസ്തുശാസ്ത്രപ്രകാരം ഉറപ്പിച്ചു പറയാം, ഗൃഹത്തിന് ജീവനുണ്ട്. ഗൃഹം മനുഷ്യനെ സ്വാധീനിക്കുന്നു. വാസ്തുപുരുഷ സങ്കല്പം അതിപ്രധാനമാണ്. വാസ്തുദേവതകളുടെ അനുഗ്രഹമില്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ ഉറച്ചു നിന്ന് വേണം ഒരു ഗൃഹം പണിയുവാൻ. 100% വാസ്തുശാസ്ത്രം നോക്കി നമുക്ക് ഒരു വീട് പണിയാൻ സാധ്യമല്ലെങ്കിൽ കൂടിയും ഒരു 60% വാസ്തുശാസ്ത്രം കണക്കിലെടുത്ത് നമുക്ക് ഒരു വീട് പണിയാൻ സാധിക്കും. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്ധവിശ്വാസം അല്ല, അത് ശാസ്ത്രമാണ്. വീട് എപ്പോഴും പ്രകൃതിക്ക് അനുസരണമായ രീതിയിൽ മാത്രമേ വയ്ക്കുവാൻ സാധിക്കൂ. ചില ആളുകൾ കന്നിമൂല ഭാഗത്ത് കാർപോർച്ച് ആക്കാറുണ്ട്. എന്നാൽ അത് വാസ്തുശാസ്ത്രത്തിന് എതിരാണ്. കന്നിമൂല ഭാഗം എപ്പോഴും അടഞ്ഞു കിടക്കുന്നത് തന്നെയാണ് നല്ലത്. കന്നിമൂല ഭാഗത്തുകൂടി വന്നു കയറുന്നതും അത്ര ശോഭനമല്ല. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നു കയറുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ സ്റ്റെയർ കേസ് കന്നിമൂല ഭാഗത്ത് വരുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതേസമയം സ്റ്റെയർ കേസിന് ഏറ്റവും നല്ല ഭാഗം തെക്ക് ഭാഗം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗമാണ്. കൂടാതെ കന്നിഭാഗം ഒരിക്കലും മലിനമായി കിടക്കുവാനും പാടില്ല. കക്കൂസ് അഴുക്ക് ചാലുകൾ മറ്റും ഈ ഭാഗത്ത് ഒരിക്കലും പാടില്ലാത്തതാണ്. വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ മൂലയെ ആണ് നാം കന്നിമൂല എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നിരുന്നാലും എല്ലാവരും കുറച്ചെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം വീട് പണിയുവാൻ. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.